ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കെന്താ ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്, കുഞ്ഞു വിശേഷമാണ്. എപ്പോഴും പറയും പോലെ വൈകുന്നേരം ഇങ്ങനെ നോക്കുമ്പോണ്ട് നല്ല കാറ്റ്. ഇപ്പം മഴ പെയ്യുന്നുള്ള രീതിയിലാണ്. നല്ല കാറ്റും നല്ല ഈ ചൂട് സമയത്ത്, അതായത് പാലക്കാടുകാരുടെ ചൂട് എന്ന് തന്നെ പ്രത്യേകം എടുത്ത് പറയണം. കാരണം അത്രയും ചൂടാണ് പാലക്കാടുകാർക്ക്. ആ പാലക്കാടുകാരുടെ ചൂടിൽ ഇത്രയും നല്ലൊരു കാറ്റ് കിട്ടുമ്പോൾ നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്. അതിൻ്റെ കൂടെ വൈകുന്നേരം മാത്രം ഇപ്പം ഇങ്ങനെ മഴ പെയ്യും പോലെ കാണിക്കും, എന്നിട്ട് മഴ പെയ്യണില്ല. എല്ലാവിടെയും മഴ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഇവിടെ ഒരു മഴ പെയ്യണില്ലേ, ഇത്തിരി എന്തെങ്കിലും 4 തുള്ളി വന്നോ അങ്ങനെയുള്ളൊരിതാണ്. കാറ്റ് മാത്രമുണ്ട്, എന്നിട്ട് ഈ മഴനെ അങ്ങനെ കാറ്റ് കൊണ്ടുപോവാണ്. മഴ പെയ്യണില്ല. അഥവാ മഴയെങ്ങാനും പെയ്താൽ മീന് വെള്ളം കൂടുമോ എന്ന് പേടിച്ചിട്ടേ അതൊക്കെ ഒന്ന് നോക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാറ്റ് കൊണ്ട് നിന്നിട്ടാണ് വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് പോണത്. വൈകുന്നേരം എന്താ കറി വയ്ക്കുക അതൊരു ആലോചന, പിന്നെയും ആലോചന തന്നെയാണ്. അപ്പം നോക്കിയപ്പോൾ കുറച്ച് കാടമുട്ടയുണ്ട്. എന്നാൽ കാടമുട്ട ഇങ്ങനെ മുളക് പൊടിയും ഉപ്പും തിരുമണത് ഇവർക്കൊക്കെ ഇഷ്ടമാണ്. ഇവർക്ക് മാത്രമല്ല, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ആ കാടമുട്ട കുറച്ച് എടുത്തിട്ട് പുഴുങ്ങാനിടട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ വൈകുന്നേരം പുളിയുറുമ്പ് കടി കൊണ്ട് വന്നത് കണ്ടല്ലോ അല്ലേ? പുളിയുറുമ്പ് കടി കൊണ്ടിട്ടേ നല്ല കശുമാമ്പഴത്തിൻ്റെ ആ കുഞ്ഞ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ്. അപ്പം അതൊക്കെ ഞാനും ഏട്ടനും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് വൈകുന്നേരം കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ വയ്ക്കുക. അല്ലാതെ തേങ്ങ വറുത്ത് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെയും യൂട്യൂബിലൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും വെക്കണത് ടേസ്റ്റ് നമുക്കറിയില്ല, വെച്ച് നോക്കിയില്ല. ഞാൻ എപ്പോഴും വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സാധാരണ എഗ് റോസ്റ്റ് പോലെ തന്നെയാണ് ഈ അണ്ടിപ്പരിപ്പിൻ്റെ കറി വയ്ക്കണതും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതാണ് ഇന്നത്തെ പണി, അടുക്കളയിലെ പണി. പെട്ടെന്ന് തന്നെ അടുക്കള പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ അവിടെ പോയി ഇരിക്കാമല്ലോ. ഹാളിൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കൽ തന്നെയാണ് പണി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അതേത് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേ ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ കുറച്ച് ഷേക്ക് ഉണ്ടാക്കാം. ഷേക്കെന്നൊന്നും പറയില്ല, എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിലൊരു കുഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും ഇത്തിരി ചൂടല്ലേ, അതുകൊണ്ട് അവർക്കും ഒരു ആശ്വാസത്തിന്. നമ്മളെന്തായാലും പുറത്ത് കൂട്ടിയിട്ട് പോയിട്ടൊന്നും ഇപ്പോൾ വാങ്ങിക്കൊടുക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് ജാങ്സണിൽ വെക്കാനില്ല, രാവിലത്തെ ചോറ് കുറച്ച് ഇതിലിട്ടിട്ടേ അങ്ങനെ വെക്കുകയാണ്. ചോറ് വാർക്കുമ്പോൾ സൂക്ഷിക്കണം. ഇന്നലെയും കൂടെ ഈ ഏട്ടൻ ചോറ് വാർക്കാൻ പോയിട്ടേ തട്ടിക്കളഞ്ഞതാണ്. അത് എപ്പോഴും നമ്മൾ ചൂടല്ലേ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈ കൂടെ വെള്ളം വീണാൽ അതും കൈ പൊള്ളും. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക ചോറ് വാർക്കണത്. ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്കൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് അവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പാനിലിട്ട് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നല്ല കട്ടിയായിട്ട് പാല്, പിന്നെ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു, അതും കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് ചുമ്മാ ഒരു പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു. പേരിനൊരു ഷേക്ക് എന്നൊക്കെ പറയാം. ഫ്രീസറിൽ തന്നെ വെച്ചത്, പക്ഷെ അത്ര തണുപ്പായിട്ടില്ല. എങ്കിലും എന്താ കണ്ടോ, ഒരുപാട് കട്ടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം തണുപ്പ് കട്ടിയായിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുത്താലോ. ആവശ്യം വയറ് നിറയാനുള്ളൊരു ഡ്രിങ്കായിട്ട്. ടേസ്റ്റിന് പിന്നെ യാതൊരു കുറവുമില്ല. റോബസ്റ്റ പഴമുണ്ട്, അവിലും ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് അരച്ചെടുത്തതാണല്ലോ, പിന്നെ പഞ്ചസാരയും പാലും. അപ്പം ഞാനിതേ കുടിക്കാൻ പിള്ളേർ കളിക്കാൻ പോയിരിക്കുകയായിരുന്നേ. അപ്പം ഞാനും ഏട്ടനുള്ളത് മാത്രം എടുത്തിട്ട് വരികയായിരുന്നു. അപ്പണ്ട് വരിക്കുട്ടി വരുന്നു. എന്നാൽ ശരി, വരിക്കുട്ടിക്കും കൂടെ ഉള്ളതും കൂടെ ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതുകൊണ്ട് തിരിച്ചു കൊണ്ട് വെച്ച് പിന്നെ ബാക്കി 2 ആൾക്കും കൂടെ ചേർത്ത് അടിച്ച് അങ്ങനെ 4 ആൾക്കും കൂടെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു കുടിച്ചു. ഇപ്പോഴും നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഇരുന്നാലേ കുറച്ച് ആശ്വാസം കിട്ടണേ ഉള്ളൂ, അല്ലാതെ ഉള്ളിലൊന്നും ഇരുന്നാൽ ചൂട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങളുടെ ആ മിൽക്ക് ഷേക്കൊക്കെ കൂടി കഴിഞ്ഞിട്ട് നേരെ വന്നു പിന്നെ അടുക്കളയിൽ തന്നെ. നമുക്ക് എന്നും അടുക്കളയിൽ തന്നെയല്ലേ യുദ്ധം. അങ്ങനെ ഇതുപോലെ കുറച്ച് ജീരകവും കടുകൊക്കെ പൊട്ടാനിട്ടിട്ട്, കടുക് പൊട്ടുമ്പോൾ എല്ലാവരുടെയും തെറിക്കുക. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എണ്ണ തെറിക്കൽ കുറയുമല്ലോ. പിന്നെ കുറച്ച് ജീരകമൊക്കെ ഇട്ട് വെളുത്തുള്ളിയും സവോളയും തക്കാളിയും എല്ലാം. എനിക്ക് കറികൾക്കൊന്നും അധികം ഇഞ്ചി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ.
അധികം ഇഞ്ചി ഒന്നില്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ചെയ്തിടുക, അത് ചിക്കനിലാവുമ്പോൾ പേസ്റ്റ് ചെയ്തിടുക. ഇതിലൊന്നും അങ്ങനെ എപ്പോഴെപ്പോഴും ഇഞ്ചി തട്ടിയിടുന്നത് എനിക്കിഷ്ടേ അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വെളുത്തുള്ളി മാത്രമേ ഇടുള്ളൂ. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കറി വയ്ക്കട്ടെ കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ അത് ചുട്ടിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് നിറയെ ഇരിപ്പുണ്ട്. എൻ്റെ വരിക്കുട്ടി ഇങ്ങനെ ശേഖരിച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാൻ പറ്റണില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. അത് ഉണങ്ങിയതാണ് കേട്ടോ. ഇത് പച്ചപ്പരിപ്പാണ്. കൈ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ലോണം പണി കിട്ടും. രണ്ടാളുടെ കൈയും നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. പൊള്ളി നല്ല തോല് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയാണ് എപ്പോഴും അങ്ങനെ തന്നെ സവോള വഴറ്റാനിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുടുംബശ്രീയുടെ ഓർമ്മ വരും. അയ്യോ, ഓടിപ്പോയി കുടുംബശ്രീക്ക് പോകണം. എല്ലാവരും ഞാൻ ലാസ്റ്റാണ്, എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുക്ക് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇവന്മാർ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്തിരി പഴുക്കാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഈ മുക്കിലിരുന്ന് നോക്കിയാൽ വീട് കാണാം. ആദ്യം ഞങ്ങളൊരു 3-4 പേരുണ്ട്. എപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഞായറാഴ്ച വൈകുന്നേരമൊക്കെ എപ്പോഴും ഡെയിലി. ആകെ നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് ആ സമയത്ത് കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുക, അതൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇപ്പം പിന്നെ അങ്ങനെ ആർക്കും സമയമില്ല കേട്ടോ. കുട്ടികളും വലുതായി. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനാണെന്നുള്ള പേരിലേ ചോറ് എടുത്തിട്ട് നമ്മൾ കിണ്ണത്തിൽ കുട്ടികൾക്ക് ചോറ് എടുത്ത് കൊണ്ടുവന്നിട്ട് വാരി കൊടുക്കും. ഈ മൊക്കിലിരുന്നിട്ടാണ് 3-4 പേരുണ്ട്. എല്ലാവരുടെയും ആ ഒരു സമയത്ത് ചെറിയ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വാരി കൊടുക്കുന്നത് ആ മൊക്കിലിരുന്നിട്ടാണ്. ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ പോലെ ആരും അങ്ങനെ ഇല്ലല്ലോ. എല്ലാവരും കുട്ടികളൊക്കെ വലുതായി, അവരൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് നടന്ന് വാരി കൊടുക്കേണ്ട ആ സ്റ്റേജൊക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ കാടമുട്ട, ഇതൊരു വലിയ പണിയാണ്. ഇതിങ്ങനെ തോല് കളഞ്ഞെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ പതുക്കെ അതൊക്കെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഞാൻ വരിക്കുട്ടി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരിക്കുട്ടി പോയി. പിന്നെ ഏട്ടൻ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോൾ ഇനി ശരി ഞാൻ തന്നെ ആക്കി തരാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനും ഏട്ടനും കൂടെ അതിൻ്റെ തോടൊക്കെ പൊളിച്ചെടുക്കുകയാണ്. പിന്നെ കുഞ്ഞിയും ലാസ്റ്റാണ് വന്നത്. അവനുള്ള ഷേക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ 4 ആൾക്ക് ഉണ്ടാക്കി. അത് 3 ആൾ തന്നെ കുടിച്ച് തീർത്തിട്ട് പിന്നെ കുഞ്ഞിക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് കുടുംബശ്രീ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ സവോള വഴറ്റാനിട്ട് അതിൽ പൊടികളൊക്കെ ഇട്ട് പിന്നെ എല്ലാം മൂടി വെച്ചിട്ട് പോയതാണല്ലോ. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കറിയാക്കണത്. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ തറവാട്ടിലിരിക്കുന്ന സമയത്തും കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവരൊന്നും ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. 2 ആളും കഴിക്കില്ല. പിന്നെ 2 ആൾക്കും എപ്പോഴും ഞാൻ എടുത്ത് നടന്ന് വാരിക്കൊടുക്കും. നമുക്ക് സിറ്റി ലൈഫ് അറിയില്ല. നമ്മൾ നാട്ടിൻപുറത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും അതെ, എല്ലാ വീട്ടിൽ നിന്നും ചോറ് ഇങ്ങനെ നമ്മൾ പ്ലേറ്റിലെടുത്തിട്ട് നമ്മളിങ്ങനെ കുട്ടികൾക്ക് അവരിങ്ങനെ നടന്ന് കളിക്കുമല്ലോ ഈ മുക്കിലൊക്കെ ആയിട്ട്. അപ്പം സൈക്കിളും ചെറിയ സൈക്കിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരിങ്ങനെ സൈക്കിൾ ചവിട്ടി കളിക്കുകയെ അല്ലാതെ ഇവരിങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ വാരിക്കൊടുക്കും. അപ്പോൾ ഇവർ കളീൻ്റെ ഒപ്പം തന്നെ ചോറ് കഴിക്കുന്നത് ഇവർ തന്നെ അറിയില്ല. അങ്ങനെയാണ് കഴിക്കാൻ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും ഇല്ലേ ഈ ഫോണ് കൊടുത്ത് ചോറ് കൊടുക്കാൻ തുടങ്ങി കുട്ടികൾക്കൊക്കെ ഇല്ലേ. അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്തോ കേട്ടോ. ചോറ് അതായത് ഫോൺ വേണം ചോറിനാൻ. ഇപ്പം നമ്മുടെ ഇവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനെയല്ല. ഫോണുള്ള സമയത്താണെങ്കിലും അധികമൊന്നും കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്തൊന്നും അധികം നമ്മൾ ഫോണൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇങ്ങനെ കളിക്കുമ്പോൾ ചോറ് വാരി കൊടുത്തിട്ടും ഇല്ലെങ്കിൽ മുറ്റത്ത് കളിക്കാൻ അവരെ വിട്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചോറ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചോറ് വിളമ്പിയാൽ തന്നെ ഫോൺ തരുമോ, എന്നാലേ ചോറ് കഴിക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ ചീത്ത പറയും, ഫോണില്ലാതെ ചോറ് കഴിച്ചാൽ മതി പറഞ്ഞിട്ട്. പിന്നെ വരിക്കുട്ടിക്ക് പിന്നെ മുട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ചോറ് കഴിച്ചോളും. കുഞ്ഞിക്ക് മുട്ട പറ്റേയില്ല, മുട്ടയുടെ സ്മെല്ലേ പറ്റില്ല, മുട്ട വറുത്തതൊക്കെ. അപ്പോൾ ചോറ് വാരി കൊടുക്കുമ്പോൾ 2 ആൾക്കും കൂടെ ഒരു പ്ലേറ്റിലെടുത്ത് ചോറ് വാരി കൊടുത്താൽ എളുപ്പമാകും. 2 ആളും 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, 2 ആളും ഒപ്പം കളിച്ച് വളരുക തന്നെയാണ്. പക്ഷേ വരിക്കുട്ടിക്ക് മുട്ട വറുത്തതും കുഞ്ഞിക്ക് അപ്പം മുട്ട വറുക്കാൻ പറ്റില്ലല്ലോ, അത് പറ്റില്ല. അപ്പോൾ 2 ആൾക്ക് 2 പ്ലേറ്റിൽ തന്നെ എടുത്ത് ചോറ് കൊടുക്കണം, അല്ലാതെ വലുത് കഴിക്കില്ല.
അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. അതുവരെ ഇവരെ വെയിറ്റ് ചെയ്യും. ചില സമയത്ത് വാരിക്കുട്ടിക്ക് അമ്മ വാരി കൊടുക്കും. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ ഞാൻ തന്നെ വാരി കൊടുത്തേ പറ്റുള്ളൂ. വേറെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും വാരി കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴും വാരി തരണം പറയും. ഇപ്പോഴും ഞാൻ വാരി കൊടുക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ ഇവന്മാർക്ക് വാരി കൊടുക്കുന്നത്. അതെനിക്കൊരു തൃപ്തിയാണ്. രണ്ടാൾക്കും ഇന്നലെയും കൂടെ വൈകുന്നേരം വാരി കൊടുക്കുക ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം ചെറുതിനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറുതൊക്കെ മാമു ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ആശാനും മുട്ടയുടെ ആളാണ്. നമ്മൾ ചോറ് കൊടുക്കാൻ ചോറെടുത്താൽ തന്നെ മുട്ട എത്തി നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാനിങ്ങനെ ഒരു മുട്ട എടുത്ത് കൊടുത്താണ്. പക്ഷെ ആൾക്ക് വിശപ്പ് ഫുള്ളായിട്ടേ, അതായത് കഴിച്ച് കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് മുട്ട കഴിക്കണില്ല. എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് കാണാതെയൊക്കെ വായിലിട്ട് കൊടുത്താൽ കഴിക്കും. ചെറുതിനെ എടുത്തിട്ട് വന്നപ്പോൾ അതെ അടുത്ത ആൾ ഓടിക്കൊണ്ട് വന്നതാണ്. രണ്ടാളും കൂടെ അങ്ങനെ ഞങ്ങളെല്ലാവരും 4 ആളും കൂടെ കുറച്ച് നേരം കളിക്കലും കുറച്ച് മോളിൽ പോയി വരവും. ചെറുത് ഭയങ്കര കുറുമ്പിയാണ് ഇപ്പോൾ, ചട്ടമ്പി. ഏറ്റവും ചെറുതല്ലേ, പോമനിയുണ്ട്. ഇവർ ഏട്ടന്മാർക്കൊക്കെ ചെറുതിനെ ഭയങ്കര എടുത്ത് നടക്കാൻ ഒക്കെ ആയല്ലോ. അപ്പോൾ ചെറുത് കുറുമ്പി. വലിയച്ഛ നോക്കുമ്പോൾ മാത്രം പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോളൂ അവൻ. അങ്ങനെ കഴിക്കില്ല എന്നുള്ള വാശിയൊന്നുമില്ല. പിന്നെ അതെ ഇങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സമയം പോകും. ഇവരെങ്ങനെ എല്ലാവരും കളിക്കാനുണ്ടാകുമ്പോഴേ ചെറുതിനെ വരിക്കുട്ടി പിടിച്ചിരുത്തുകയാണ്. വരിക്കുട്ടീനെ കണ്ടാൽ തന്നെ ഇതിന് ദേഷ്യം വരും കേട്ടോ. പിന്നെ ഇങ്ങനെ പേപ്പി നോക്കുകയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മ പഠിപ്പിച്ചു കൊടുത്താണിത്. അച്ഛമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കണം. കുറേ നേരം കഴിഞ്ഞ് ആളുടെ ക്ഷമയും കൂടെ നശിക്കും. പിന്നെ എണീക്കാൻ പറയണം. കുറുമ്പത്തി. ഇങ്ങനെ വരിക്കുട്ടീനെ കണ്ടാൽ തല്ലു അടിക്കാൻ, നമ്മളെ കണ്ടാലും നമ്മുടെ അങ്ങോട്ട് പോ എന്നുള്ള രീതിയിലൊക്കെയാണ്. അവനിപ്പോൾ ആളറിയാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിരിക്കുമ്പോഴേ ആളറിയും. എന്നാലും ഞാനിങ്ങനെ പിടിച്ച് വലിച്ചെടുക്കേണ്ട അവസ്ഥയായി. അമ്മയുണ്ടെങ്കിൽ പിന്നെ അമ്മ തന്നെ മതി. അവൾ ഗ്രീഷ്മൻ്റെ നിന്നൊന്നും വേഗം ഇപ്പം നമ്മുടെ വരുന്നില്ല. ഗ്രീഷ്മനെ കാണാണ്ട് എടുത്തിട്ട് ഓടി വരും. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റായി കേട്ടോ. പിന്നെ വലിയച്ഛ അങ്ങനെ നോക്കിയാൽ മതി. ഭയങ്കര പേടിയാണ് വലിയച്ഛന്. രണ്ടാൾക്കും വലിയച്ഛനെ പേടിയാണ്. ഈ വലിയച്ഛനെ മാത്രമേ പേടിയുള്ളൂ. ബാക്കിയുള്ളവരാരും അങ്ങനെ പേടിപ്പിക്കാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ മുകളിൽ പോണോ പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ പോയി കളിക്കാനേ. പിന്നെ ടെറസിൻ്റെ മുകളിൽ പോയി കളിയൊക്കെ കഴിഞ്ഞ് ചെറുതിനെ എടുത്തിട്ട് വരികയാണ്. പക്ഷേ കുറുമ്പത്തിയേ പിന്നെയും ഒറ്റയ്ക്ക് കയറി പോവുകയാണ്. ആളിങ്ങനെ സ്റ്റെപ്പിൽ കയറാൻ തുടങ്ങി. ആദ്യമൊന്നും അറിയില്ല മുകളിൽ പോവാൻ കളിക്കാനൊന്നും. ഇപ്പോൾ മുകളിൽ പോയി കളിക്കാനൊക്കെ കണ്ടോ ഒറ്റയ്ക്ക് കയറി വരികയാണേ. ഞാൻ ഇറങ്ങണേ ഉള്ളൂ അപ്പോഴും. അങ്ങനെ കുട്ടികൾ കളിക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണണേ. താങ്ക്